നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 80s-ൻ്റെയും 90s-ൻ്റെയും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിഠായിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിതിന് ചക്കക്കുരു മിഠായി എന്നൊക്കെ ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊക്കെ എന്താ ഇതിന് പറയലേ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറേ മുന്നേ 2 വർഷം മുന്നേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഗീ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇഷ്ടമില്ലാത്തവർ ഗീ വെച്ചിട്ടും ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഉരുട്ടുമ്പോൾ ഈ രീതിയിലായി കിട്ടണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കട്ടെ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 15-20 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എടുത്തപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മിഠായിയുടെ ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഒട്ടും ക്രാക്ക് വീഴാതെ വേണം കേട്ടോ ഉരുട്ടിയെടുക്കാനായിട്ട്. ഒരു നീളത്തിലുള്ള ഷേപ്പല്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ അങ്ങ് വീർത്തു വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതും ചെറിയ തീയിൽ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാവുന്ന വരെ ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇതുപോലെ അടുത്ത ബാച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇത് തണുത്ത ശേഷം കേട്ടോ ഒന്നുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 2 ബാച്ചും ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്കൊരു സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. കാരമൽ ചെയ്യുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഓപ്ഷണലാണ് 2 നുള്ള് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞിട്ട് ടേസ്റ്റ് മാറും. ഇനി പെട്ടെന്ന് തന്നെ ആ ഒരു പാനിൽ നിന്ന് നമുക്ക് ഏതിലേക്കാണോ മാറ്റുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും ചൂടാറിയതിന് ശേഷം മാത്രം വേണം കേട്ടോ ഇതിൽ നിന്ന് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് തണുത്ത പോലെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത് നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് കുറേ നാൾ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്